നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന സ്റ്റേറ്റിൻ്റെ മെഷീനറിയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഒരു മിനിമം ഡീസൻസി പോലീസുകാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഇത് പൂർണ്ണമായും ജനങ്ങൾക്ക് കിട്ടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്തടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിന് എന്താണ് കാരണം? ഇതിന് ആരാണ് ഉത്തരവാദി? പോലീസുകാർ അനുഭവിക്കുന്ന വർക്ക് ലോഡും മെൻ്റൽ പ്രഷറും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന പണിഷ്മെൻറ്റ്, ഹറാസ്മെൻറ്റ് അടക്കമുള്ള പല കാരണങ്ങളാവാം ഇത്തരത്തിൽ പെരുമാറാൻ പോലീസുകാരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബേർഡൻ വഹിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം പബ്ലിക്കിനില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് പട്രോളിംഗ് നടത്തേണ്ടതെന്നതിനെക്കുറിച്ചും ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ചുമുള്ള കൃത്യമായ മാനുവൽ, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീഡിയർ പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്മീഷനും പുറത്തിറക്കിയിട്ടുണ്ട്. സർക്കുലർ നമ്പർ 08/2010 മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധന നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ്. ഇതിലെ ഈ സർക്കുലറിലെ രണ്ടാമതായി പറയുന്ന നിർദ്ദേശം, ഉദ്യോഗസ്ഥൻ വാഹനത്തെ സമീപിച്ച് പരിശോധന നടത്തേണ്ടതാണ്. യാതൊരു കാരണവശാലും രേഖകളുമായി ഉദ്യോഗസ്ഥൻ്റെ സമീപത്തേക്ക് എത്തുവാൻ നിർദ്ദേശം നൽകുവാൻ പാടില്ല. ഈ ഒരു നിർദ്ദേശം പലപ്പോഴും പല പോലീസുകാരും പാലിക്കാറില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം പൗരന്മാർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇല്ല എന്നതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെ ഇത് ആരും ഗൗരവമായിട്ട് കാണാറില്ല. മൂന്നാമതായി പറയുന്ന നിർദ്ദേശം, പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കുറ്റക്കാരുടെ വീഴ്ച എന്താണെന്ന് വിശദീകരിക്കുകയും പിഴ അടക്കുവാൻ തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. കുറ്റക്കാരോട് മാന്യമായി പെരുമാറേണ്ടതാണ്. ഈ മാന്യതയാണ് സാധാരണക്കാരായ ജനങ്ങൾ, പബ്ലിക് പോലീസുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.